1 മാസം കഴിഞ്ഞ് അടുത്തും എൻ്റെ ബൈക്കിൻ്റെ അടിയിൽ 10 മണി സമയത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട് വഴി നിർത്തുകയും ചെയ്തു. അത് ഭയങ്കര കഴിച്ച് അവരൊക്കെ മെഡിക്കൽ കോളേജ് എത്തത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ കയറ്റി. അത് ICയിൽ 8-9 ദിവസം അതായിരുന്നു. അവിടെ നിന്നും പ്രാവശ്യം കഴിച്ച മൂക്കെന്തോ എന്താ സൗഖ്യമാക്കി. ഇവരൊരു കാര്യം ചെയ്തു, ആ ദേശം വിറ്റിട്ട് ചെയ്തു. ഓക്കെ, അവിടെ പോയി പൈസല്ലോ അവിടെ. അപ്പൊ ഇതൊരില്ലായി ശ്രദ്ധിച്ചോളി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാമ്പ് ഒരേ വിഷമുള്ള അതേ കാറ്റഗറിയിൽപ്പെട്ടത് 2 പ്രാവശ്യം. ഞാൻ പറഞ്ഞ ഈ പ്രിയപ്പെട്ട പൈതൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടാതിന്റെ ഒരു കാരണം ദൈവമക്കൾ എന്താ പറയും? ഇവരെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശം, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശം. നിങ്ങൾ വിശുദ്ധകരെ ഉയർത്തിപ്പിടിച്ചാൽ ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതൽ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇവന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ദൈവ അനുഭവം, ദൈവ മഹത്വത്തിന്റെ ശക്തി, ദൈവ കൃപയുടെ കരം ശബ്ദയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വെളിപ്പെട്ടു വരണം. തന്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രക്തത്താൽ വചനത്താൽ മറക്കും കുഞ്ഞിനെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ നടുവിൽ ഇവനെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞനാളിൽ ഇവനെ കടിച്ച് മരണകരമായ നിലയിൽ ഓടിയ പലതിനെയും ഇവൻ കൈകൊണ്ട് കയറി പിടിച്ച് അതിന്റെ പ്രാണനെടുക്കും. പാപ്പിന്റെ തലം നീ തകർക്കുമെന്ന് വചനത്തിന്റെ ശക്തിയായിരിക്കും. ഈ ദിവസങ്ങളിൽ ഇവന്റെ കുതികാൽ തകർത്ത കാറ്റഗറിപ്പെട്ട സകലത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചു ജയപ്പെടുന്നു. സ്വന്തം അത്ഭുതം ചെയ്യും. അടിയപ്പെട്ട പോരുകൾ ചെങ്കടും യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ വരുന്നു രതീശ് എന്നായി പ്രിയമല്ല പേര്. അവിടെ വരുന്നു ആർലി. സ്വന്തം കുഞ്ഞിന്റെ പേര് റോജ. ദൈവ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കരത്തട്ടി സ്വന്തം പറഞ്ഞാട്ടെ.